സിദ്ധയൻ. അതിലൊട്ടും കുറവില്ല. പിന്നെ ശുഭയ്യർ കൂട്ടത്തിലുള്ളതുകൊണ്ട് സമയവും ദൂരവും പോയത് അറിഞ്ഞതേയില്ല. പിന്നെ എങ്ങനെയുണ്ടേ നമ്മുടെ പുതിയ കുതിര? നല്ല ഒന്നാന്തരമാ. എവനെ നമുക്ക് പന്തയത്തിന് കൊണ്ടുപോകണം. എടോ കുതിരക്കാരാ, എനിക്കൊരു ചിന്ന സന്ദേഹം, ഒരു സംശയം. അപ്പോഴേക്കും സ്വാമിക്ക് സംശയം തുടങ്ങിയോ? ഇല്ല, ഞാൻ പലപ്പോഴും കേൾക്കണമെന്ന് വിചാരിച്ചതാണ്. ഇന്ന കുതിര കടിക്കുമോ? ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടോ? എന്റെ സന്ദേഹം ബുദ്ധമായോ? അത് സംശയിക്കേ വേണ്ട സ്വാമി. കേട്ടാ, ഈ പ്രഭാകരൻ എന്നോട് പറയാണ്, ഇവൻ വലുതായാൽ ഈ കുതിരപ്പുറത്ത് എന്നെ കേട്ട് ഓട്ടിച്ചു പോകുമെന്ന്. സിദ്ധയന്റെ മകൻ ആള് മോശമില്ലല്ലോ. നീ അവളെ പറഞ്ഞോ? ഈ കുഞ്ഞ് ആരാണെന്നാണോ നീ മനസ്സിലാക്കിയത്? അതിനോട് അവളെ പറയാൻ പാടുണ്ടോ? ആ സത്തെ അവർക്ക് എന്തറിയാം? അവർക്ക് എങ്ങനെ വലിപ്പച്ചെറുപ്പം വല്ലതും ഉണ്ടോ? അവർ കുട്ടികളല്ലേ. എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി നീ അങ്ങനെ പറയടാ. ഇല്ലച്ചാ. സിദ്ധയ്യ അയ്യോ മുതലാളി, മല്ലി, നീ എവിടെ പോയിരുന്നു? അക്കരെ കുതിരയ്ക്ക് പുല്ല് കൊണ്ടുവരാൻ. അത് നിന്റെ ജോലിയാണോ? ഞാൻ വെറുതെ പോയതാ. വെറുതെ? എത്ര തൊഴിലാളികളുണ്ട് സ്വാമി നമ്മുടെ എസ്റ്റേറ്റിൽ? அது அங்க ஒரு 200, இங்க ஒரு 100, அந்த எஸ்டேட்ல 120, மொத்தமா ஒரு 420 പേരോളം കാണും. മോളുടെ പിറന്നാളിന് തൊഴിലാളികൾക്ക് എല്ലാവർക്കും സദ്യ കൊടുക്കണം, മറക്കണ്ട. സദ്യയുടെ വിഷയം എന്താണ്? അത് ഞാൻ ഒരിക്കലും മറക്കില്ല. அந்த ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വിട്ടുകൊടുങ്ങോ, അത് ഞാൻ നോക്കി നോക്കിക്കൊള്ളാം. அதுதான் நம்ம எஸ்டேட் ஏரியா. ക്ഷമിക്കണം കൊച്ചമ്മേ. ക്ഷമിക്കണം പോലും? എടാ, നീ കൊച്ചമ്മ സഹായിക്കൊന്നും വേണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, ആളുകളെ നോക്കി പെരുമാറാൻ പഠിക്കണം. അവന്റെ ഒരു സുട്ട മാട്ടപ്പയൻ. നീ പോയി ഒന്ന് വേഗമായി പോടാ, പോടാ. കൊച്ചമ്മ വന്നാട്ടെ. മതിയടാ, മതി, നിർത്തിക്കളാ. എന്താ ചേട്ടാ ഈ ജോലി? എടാ, നിന്റെ സങ്കടവും ഗതികേടും കണ്ടുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഓർമ്മ നിനക്ക് വേണമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. എടാ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. നിന്നെപ്പോലത്തെ ഒരു തെണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയ എന്നെ ചവിട്ടണം. എടുക്കാനുള്ളതൊക്കെ വേഗം എടുത്തോ. ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചോ. നോക്കി നിൽക്കാതെ വേഗം പോടാ, കെട്ട്. ഇതാരുടെ കൽപ്പനയാ? ആരാ അവിടെ കൽപ്പിക്കാനുള്ളത്? അവര് തന്നെ പോരെ. ആഹാ, മോള് വീണ വായിക്കാൻ പഠിക്കുകയാണോ? ഇതമ്മേ, ഒന്ന് വായിക്കേ. എനിക്ക് അല്പം കൂടെ ജോലിയുണ്ട്.
അച്ഛനോട് പറ. വല്ലി, ആ മോളിങ്ങി തരും. വല്ലി. അച്ഛൻ വായിക്കാം. കൊച്ചമ്മേ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എന്തിനാണ് ഇവിടെ വന്നത്? പുറത്തു പോണം. പൊയ്ക്കൊള്ളാം കൊച്ചമ്മേ. ഈ മുറിയിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ. അതിനു മുൻപേ എന്നെ പിരിച്ചുവിടാനുള്ള കാരണം കൂടി ഒന്ന് അറിഞ്ഞിട്ട് പോകാം എന്ന് കരുതി കാത്തു നിന്നാണ്. നിനക്ക് ആളുകളോട് പെരുമാറാൻ അറിയില്ല. കൊച്ചമ്മയ്ക്കറിയാം. ഞാനിവിടെ താരാണെന്നറിയാമോ? അറിയാം. 3 കൊല്ലമായി സുഖമില്ലാതെ കിടക്കുന്ന തമ്പി അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നറിയാം. കൊച്ചമ്മ ഒരു സ്ത്രീയാണെന്നും അറിയാം. നീ എന്നെ പരിഹസിക്കാണോ? അയ്യോ അല്ല, ഞാനെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. എന്തോന്ന് മനസ്സിലാക്കിയെന്ന്? കൊച്ചമ്മ പലപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മനസ്സ് എന്തിനാണ് തുടിക്കുന്നതെന്നും എനിക്കറിയാം. എല്ലാം കള്ളം. അനാവശ്യം പറയാതെ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, പക്ഷെ കൊച്ചമ്മയ്ക്ക് പറ്റിയ തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? എനിക്കതിൽ വിരോധമില്ല. ഞാൻ പോകുന്നു. അതിനു മുൻപേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാനും ഒരു പുരുഷനാണ്. കൊച്ചമ്മയ്ക്ക് എന്നോട് തോന്നിയത് കൊച്ചമ്മയോട് എനിക്കും തോന്നിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ണുടച്ചു കഴിയായിരുന്നു. കുറെ കാര്യസ്ഥകളും കാര്യസ്ഥന്മാരും ഉണ്ടല്ലോ സഹായത്തിന്. നാട്ടിൽ മുഴുവനെ പാട്ടാ. മനുഷ്യന് വെളി തലകുർത്തി നടക്കാൻ വയ്യ. അത്രയ്ക്ക് മാനക്കേടാ വരുത്തി വെച്ചിരിക്കുന്നത്. എവിടെ നിങ്ങളുടെ യജമാനത്തി? വിളിക്കവളെ. ഈ സന്ദർഭത്തിൽ വിളിച്ച് സംസാരിക്കണോ? അവർക്കും മനോവിഷമം കാണില്ലേ? അവളുടെ ഒരു മനോവിഷമം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഏതായാലും അങ്ങയുടെ പെങ്ങളല്ലേ? അത് ഓർത്ത് തന്നെയാടാ ഞാനിപ്പോൾ വിഷമിക്കുന്നത്. ഇങ്ങനൊരു പെങ്ങൾ എനിക്കുണ്ടായല്ലോ. ചേട്ടാ, ചേട്ടൻ ഇനി ഒന്നും പറയണമെന്നില്ല. എന്ത് പറഞ്ഞാലും എനിക്കതിന് മറുപടിയില്ല. എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അത് നിങ്ങൾക്കെല്ലാം മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം.
അതിൽ നിന്നും നിങ്ങളെല്ലാം ഞാൻ രക്ഷപ്പെടുത്താൻ പോകുകയാണ്. എങ്ങനെയാടി ഇനി നീ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ പോകുന്നത്? ഞാൻ ചന്ദ്രശേഖരനെ എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ പോകുകയാണ്. എന്ത്? സൗദാമിനി, എടീ, നീ സ്വഭാവത്തോടുകൂടിയാണോ സംസാരിക്കുന്നത്? അതെ ചേട്ടാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വരൂ, ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിന്നുകൂടാ. എടീ, നീയും ഞാൻ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, രക്തബന്ധം. അത് ഇന്നിവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. വലുതവി. എന്താ ഇത്? ഇത് വാങ്ങിക്കൂ കൊച്ചമ്മേ. സിദ്ധിയ, ഈ അപമാനത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ എന്റെ മുന്നിലുള്ളൂ. നിവൃത്തിയില്ലെങ്കിൽ കൊച്ചമ്മ ആ വഴിക്ക് തന്നെ പോണം. ഈ സിദ്ധയ്യനെ കൂടെ വരാൻ ഒക്കില്ല. സിദ്ധിയ, ഒരു ദുർബല നിമിഷത്തിൽ എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അത് മനസ്സിലാക്കാനും പൊറുക്കാനും നിങ്ങൾക്കെങ്കിലും കഴിയില്ലേ? നിങ്ങളുടെ മകൾക്ക് പറ്റിയൊരു തെറ്റാണെന്ന് കരുതി എന്നോട് ക്ഷമിക്ക സിദ്ധയ്യ. കൊച്ചമ്മേ, ഈ കുതിരയുടെ ചിത്രം ഞാനിവിടെ വരപ്പിച്ചു വെച്ച എന്തിനാണെന്നറിയാം? അതിനോട് അത്ര സ്നേഹമായിരുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ട് മാത്രമല്ല, ഇതെന്റെ ജീവിതമാണ്. എന്നെ ഇവിടെ ഈ സ്ഥിതിയിൽ എത്തിച്ചത് ഇവനാണ്. മോളെവിടെ? മോളെ, ചന്ദ്രശേഖര, ഇങ്ങനൊരു ഭാഗ്യം വന്ന് പെട്ടല്ലോ. അത് കാത്തു സൂക്ഷിക്കുക. കഴിഞ്ഞതൊന്നും മറക്കാതിരിക്കുക. ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു പൂന്തോട്ടമാക്കിയാൽ എന്താ? ചെല്ലപ്പനോട് പറഞ്ഞാൽ മതി. ചെല്ലപ്പൻ സാർ ശരിയാക്കണം. വരൂ. ഇതിങ്ങനെ ഇവിടെ ഇട്ട് നശിപ്പിക്കണോ? വേണമെങ്കിൽ റിപ്പയർ ചെയ്തെടുത്തോളൂ. എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ജീപ്പാണ്. സൗദാമിനിക്കോ? ശുഭയർ, വരണം വരണം. ശുഭയർ, ഈ ജീപ്പ് ഒന്ന് കണ്ടീഷനാക്കി എടുക്കണം. വർക്ക്ഷോപ്പ് കൊടുക്കാം. എന്താ ശുഭയർ ഒന്നും മിണ്ടാത്തത്? ശുഭയർ. മുതലാളി, കൊച്ചു മുതലാളി, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? കേട്ടു, നല്ലപോലെ കേട്ടു. പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം. ഇന്ന് തന്നെ റിപ്പയർ ചെയ്യിക്കാം. വരൂ സൗദാമിനി. ചെല്ലപ്പാ, நிஜம்மா இது நிஜம்மா இந்த குதிரைக்காரனாய் வந்தவன் குடும்பக்காரனாய் மாறியதும் நிஜம்மா